ഹലോ ആമി, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സോളിൽ നടന്ന റോളിംഗ് സ്റ്റോൺ എന്ന കോമ്പറ്റീഷനിൽ ജങ്കുക്കുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ജങ്കുക്ക്, താങ്കൾക്ക് റോളിംഗ് സ്റ്റോൺ കവർ ഇന്റർവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു സോളോ പോപ്പ് താരം എന്ന നിലയിൽ സ്വയം അടയാളപ്പെടുത്തുന്ന താങ്കളെ സംബന്ധിച്ച് എന്താണ് അർത്ഥമാക്കുന്നത്? നിങ്ങളത് വളരെ വലിയ രീതിയിൽ തന്നെ കൈവരിച്ചിരിക്കുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ ഒരു പോപ്പ് സ്റ്റാർ ആയി കാണാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ആളുകൾ എന്നെ അങ്ങനെ വിശേഷിപ്പിക്കുന്നത്, ആരാധകർ എന്നെ അങ്ങനെ കാണുന്നതിലും ഞാൻ വളരെ ഭാഗ്യവാനാണ്. അതുകൊണ്ട് തന്നെ എന്നെ തന്നെ ഒരു സ്റ്റാർ ആയി എനിക്ക് എന്ന് തോന്നുന്നുവോ ആ ദിവസം വരെ കൂടുതൽ നന്നായി പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ നിങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്ക് കൃത്യമായി അറിയാം. എനിക്ക് ഇംഗ്ലീഷ് കുറച്ചും കൂടി നന്നായി പഠിക്കണം. കുറഞ്ഞ പക്ഷം ഒരാളോട് സാധാരണ രീതിയിൽ സംസാരിക്കാനെങ്കിലും എനിക്ക് കഴിയണം. അതൊരു വലിയ മാറ്റമായിരിക്കും. പക്ഷെ ഇംഗ്ലീഷ് പഠിക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ താങ്കൾക്ക് ഡുവലിംഗോ പരീക്ഷിക്കാമല്ലോ. എനിക്ക് ഡുവലിംഗോ മുതൽ മൽഹോബോക്ക വരെ ലഭ്യമായ എല്ലാ ആപ്പുകളും ഞാൻ നോക്കി. പക്ഷെ അത് തുടർച്ചയായി കൊണ്ടുപോവുക എന്നതാണ് ഏറ്റവും റിസ്ക് ഉള്ള കാര്യം. താങ്കൾക്ക് സംസാരിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങളുടെ ഉച്ചാരണവും പാട്ടും അതിശയകരമാണ് എന്ന് എല്ലാവരും സമ്മതിക്കും. എനിക്ക് അത് അങ്ങനെയെങ്കിലും ഉണ്ടല്ലോ എന്നതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. താങ്കൾക്ക് ഓരോ വാക്കും അത്രത്തോളം പരിശീലിക്കാറുണ്ടോ, അതോ കേൾവി ശക്തി കൊണ്ട് സ്വാഭാവികമായി വരുന്നതാണോ? എനിക്ക് അത്തരം കാര്യങ്ങളിൽ എനിക്ക് നല്ല കേൾവിശക്തി ഉണ്ടെന്ന് തോന്നുന്നു. എങ്കിലും അവസാനം ഇതൊരു വിദേശ ഭാഷയാണല്ലോ. ആ ഭാഷ സംസാരിക്കുന്നവർ ഞാൻ പറയുന്നത് കേട്ട് അസ്വസ്ഥരാകുമോ, അവർക്ക് അത് ഇഷ്ടപ്പെടാതിരിക്കുമോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായി അതിനായി കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. താങ്കൾ ഗ്രൂപ്പിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അതൊരു രസകരമായ സാഹചര്യമായിരിക്കണം. നിങ്ങൾ ടീമിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് അല്ലേ? എന്നാൽ ഒപ്പം തന്നെ ഒരു സോളോ ഹിറ്റ് മേക്കറുമാണ്. പുതിയ ആൽബത്തോടുള്ള നിങ്ങളുടെ സമീപനത്തെ ഇത് നിങ്ങളെ എങ്ങനെ ബാധിച്ചു? മറ്റ് അംഗങ്ങൾ നിങ്ങളോട് പെരുമാറുന്ന രീതിയിൽ മാറ്റമുണ്ടായോ? ഞാൻ വളരെ തുറന്ന ചിന്താഗതിയുള്ള ആളാണ്. ആവശ്യമില്ല കാര്യങ്ങളെക്കുറിച്ച് അധികം ആലോചിച്ച് വിഷമിക്കാറില്ല. അതുകൊണ്ട് പാട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയാറുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ടെൻഷൻ എടുക്കാറില്ല. മറ്റുള്ളവർക്ക് ഒരു പക്ഷേ സ്ട്രെസ് ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ എനിക്കതിന് വേറൊരു വിനോദം പോലെയായിരുന്നു. ഞാനിത് നന്നായി ആസ്വദിച്ചു. താങ്കൾക്ക് അംഗങ്ങളുടെ ജീവിത രീതി മാറി എന്നും എല്ലാവർക്കും അവരുടേതായ അതിർവരമ്പുകൾ ഉണ്ടെന്നും ആരം പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഞങ്ങൾ 7 പേരും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരാണ്. ഞങ്ങൾ ഒന്നിച്ചത് മുതൽ ഓരോരുത്തരും അവരവരുടെ വേഗത്തിലേക്കുന്നത്. സംഗീതത്തിലും ഭക്ഷണത്തിലും ഞങ്ങൾക്ക് വ്യത്യസ്ത താല്പര്യങ്ങളുണ്ട്. ഞങ്ങൾ അത്രത്തോളം വ്യത്യസ്തരാണെങ്കിലും ഒന്നിച്ച് പ്രവർത്തിക്കുന്നു, ഒന്നിച്ച് പാടുന്നു. ആ വ്യത്യാസങ്ങളെ കുറിച്ചാകാം അദ്ദേഹം സൂചിപ്പിച്ചത്. താങ്കൾക്ക് ഈ പുതിയ ആൽബത്തിൽ ഒരു ഗാനരചയിതാവ് എന്ന നിലയിൽ നിങ്ങൾ ഒരുപടി കൂടി മുന്നിലെത്തി എന്ന് തോന്നുന്നു. എന്റെ സംഭാവന വളരെ നന്നായിട്ടുണ്ട് എന്ന് തോന്നിയ നിമിഷമുണ്ടോ? തീർച്ചയായും എനിക്ക് വലിയ സന്തോഷം തോന്നി. അതിനെ അഭിമാനം എന്ന് വിളിക്കാമോ എന്നറിയില്ല, പക്ഷെ വലിയ സംതൃപ്തി തോന്നി. പാട്ടുകൾ തിരഞ്ഞെടുത്ത കുറെ നാൾ മുമ്പാണ്, എങ്കിലും ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് കുറച്ചും കൂടി നന്നായി ചെയ്യാമായിരുന്നു അല്ലേ? 2 മാസം എന്നത് വലിയൊരു സമയമാണ്. ഇത് കുറച്ചും കൂടി അധ്വാനിക്കാമായിരുന്നു. അതിൽ എനിക്ക് കുറേ വിഷമമുണ്ട്. അപ്പോൾ താങ്കൾക്ക് ഒരു പാട്ട് പൂർത്തിയാക്കുന്ന പ്രക്രിയയിൽ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്ന പ്രത്യേക നിമിഷം ഏതാണ്? എൻ്റെ ഓർമ്മയിലുള്ളത് ഹൂളിഗൻ എന്ന പാട്ടിന് വേണ്ടി ഞാൻ ഒരുപാട് പ്രവർത്തിച്ചു. ആ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കറിയില്ല, ആദ്യമായി ആ ട്രാക്ക് കേട്ടപ്പോൾ തന്നെ അതിൻ്റെ ശൈലി, എൻ്റെ ഫ്ലോ എൻ്റെ മനസ്സിൽ വന്നു. പെട്ടെന്നുണ്ടായ ആ തോന്നലിൽ ഞാൻ ജോലി തുടങ്ങി. ആ ട്രാക്ക് വളരെ വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹിറ്റ്മാൻ ബാങ്കും മറ്റ് അംഗങ്ങളും
വളരെ പുതുമയുള്ളതാണ് പറയുകയും അവർക്കത് ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്തു. അത് വലിയൊരു കാര്യമായിരുന്നു. ആ പാട്ട് ആൽബത്തിൽ ഇടം പിടിക്കുമോ എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. പക്ഷെ അത് തിരഞ്ഞെടുക്കപ്പെട്ടു. അത് ഗംഭീരമായിരുന്നു. അപ്പോ നിങ്ങൾക്ക് ജങ്കുക്, നിങ്ങളുടെ ശബ്ദം എന്നത്തേക്കാളും ശക്തമായി തോന്നുന്നു. നിങ്ങളിത് കൃത്യമായി പരിപാലിക്കാറുണ്ടോ? എനിക്ക് പട്ടാളത്തിൽ പോകുന്നതിന് മുമ്പും വന്നതിന് ശേഷം ഇപ്പോഴും ആമയെപ്പോലെ പതുക്കെയാണെങ്കിലും ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാറുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ആരാധകർക്ക് നിങ്ങളുടെ സോളോ വർക്കുകൾ ഇഷ്ടമാണ്, പക്ഷെ നിങ്ങൾ കൂടുതൽ സ്വന്തം പാട്ടുകൾ എഴുതുന്ന അവർ ആഗ്രഹിക്കുന്നു. കൂടാതെ ആൽബത്തിന് ഒരു പാശ്ചാത്യ ശൈലി ഉണ്ടെന്നും അഭിപ്രായങ്ങളുണ്ട്. ഇതിനെ കുറിച്ച് എന്താണ് തോന്നുന്നത്? എനിക്കത് ആ സമയത്ത് എൻ്റെ തിരഞ്ഞെടുപ്പായിരുന്നു. ആർമി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ആൽബത്തിൽ എനിക്ക് കൂടുതൽ പാട്ടുകൾ എഴുതാൻ സാധിക്കും. പക്ഷെ അന്ന് എനിക്ക് വേണ്ടിയിരുന്നത് മറ്റൊന്നായിരുന്നു. നല്ല പാട്ടുകൾ കണ്ടെത്തി എത്രയും പെട്ടെന്ന് ഒരു ആൽബം പുറത്തിറക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതേത് മാത്രമായിരുന്നു കാരണം. കൂടാതെ എനിക്ക് പറയാനുള്ള കഥകൾക്ക് പരിധികളുണ്ടെന്നും എനിക്ക് തോന്നുന്നു. കഥകൾ ഉണ്ടാക്കി പറയാനാണ് എനിക്കിഷ്ടം. ഞാൻ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ MBTI പ്രൊഫൈലിൽ എസ് ഉള്ളത് കൊണ്ട് അത് വളരെ പ്രയാസമായിരുന്നു. അതുകൊണ്ട് ഭാവിയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ ആരാധകർക്ക് നൽകാൻ കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒന്നും കാണില്ലായിരിക്കും. കാരണം കാര്യങ്ങൾ അധികകാലം എൻ്റെ തലച്ചോറിൽ ഓർമ്മ നിൽക്കില്ല. ഞാൻ കാര്യങ്ങൾ പെട്ടെന്ന് മറന്നുപോകും. കമ്പ്യൂട്ടറുകൾക്ക് ഹാർഡ് ഡ്രൈവ് ഉള്ളതുപോലെ എനിക്ക് അത്ര വലിയ ഡിസ്ക് സ്പേസ് ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് വളരെ ചെറിയ പ്രായം മുതൽ നിങ്ങൾ BTSനോടൊപ്പം ഉണ്ട്. പാൻഡമിക് സമയത്തും പട്ടാള സേവനത്തിനിടയിലും അല്ലാതെ നിങ്ങൾക്ക് വിശ്രമം ലഭിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള വളർച്ച നിങ്ങളുടെ വ്യക്തിത്വത്തെ എങ്ങനെ സ്വാധീനിച്ചു? എൻ്റെ വ്യക്തിത്വമോ? ഞാൻ ഇപ്പോഴും അത് രൂപപ്പെടുത്തിയിരിക്കുകയാണ്. പാൻഡമിക്കിന് ശേഷമാണ് ഡൈനാമൈറ്റ് വന്നത് അല്ലേ? ഓൺ വന്നപ്പോഴാണ് അത് ഓണും ഡൈനാമൈറ്റ് അതിന് മുമ്പാണോ ശേഷമാണോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഞങ്ങൾ അപ്പോഴും ജോലിയിലായിരുന്നു. പാൻഡമിക് സമയത്ത് ഞങ്ങൾ തിരക്കിലായിരുന്നു, വളരെ തിരക്കിലായിരുന്നു. അതിനാൽ സംഗീതത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്ന ഏക സമയം സൈന്യത്തിലായിരുന്നപ്പോഴായിരുന്നു. ആ സമയത്ത് എൻ്റെ സ്വയബോധം കണ്ടെത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ കാരണം അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ എനിക്ക് ശരിക്കും തോന്നിയത് എനിക്ക് പെർഫോം ചെയ്യണം എന്നാണ്. എനിക്ക് പാടണം, എനിക്ക് പുറത്തിറങ്ങാൻ കാത്തിരിക്കാനാവില്ല, എനിക്ക് പുറത്തിറങ്ങി നൃത്തം ചെയ്യണം. അതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത്. താങ്കൾക്ക് വെളിച്ചത്തിൽ തഴച്ചു വളരുന്ന തരം പൂവാണ് നിങ്ങൾ. നിങ്ങൾക്ക് സ്പോട്ട് ലൈറ്റ് വേണോ? ആരാണത്? ഞാനോ? ശരിയാണ്, അവർ എന്നെ സ്റ്റേജിൽ പ്രകാശിപ്പിക്കുമ്പോൾ എനിക്കൊരു കൗതുകം ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം നൽകാം. ബിറ്റിൽസിൽ ജോർജ് ഹാരിസൺ പ്രായം കുറഞ്ഞ അംഗമായിരുന്നു. അവർക്ക് പ്രായമായപ്പോഴും ഞാൻ എപ്പോഴും ജൂനിയറാണെന്ന് അദ്ദേഹത്തിന് തോന്നി. എല്ലാവരും അദ്ദേഹത്തെ അങ്ങനെ പരിഗണിച്ചിട്ടുള്ളൂ. അത് അദ്ദേഹത്തിന് വലിയ നിരാശയുണ്ടാക്കി. നിങ്ങളിലും അത്തരമൊരു വശം ഉണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുന്നു. എനിക്ക് ഇല്ല. ഏറ്റവും ഇളയവനാകുന്നു എന്നത് എനിക്കിഷ്ടമാണ്. കാരണം ഞങ്ങളിപ്പോൾ മുതിർന്നവരാണെങ്കിലും എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ കുടുംബത്തിൽ ഏറ്റവും ഇളവനായിരുന്നു. എൻ്റെ ഗ്രൂപ്പിൽ ഏറ്റവും ഇളവനായിരുന്നു ഞാൻ. ജോലി സ്ഥലത്തും എല്ലാ സ്റ്റാഫുകളിലും വെച്ച് ഞാൻ എപ്പോഴും ഇളവനായിരുന്നു, ചെറുതായിരുന്നു. എനിക്കിപ്പോൾ അത് ശീലമായി കഴിഞ്ഞു. അതിനാൽ ഒരു ഗ്രൂപ്പ് ക്രമീകരണത്തിലും ആയിരിക്കുമ്പോഴും ഞാൻ ഇത് എങ്ങനെ പറയും, ഏറ്റവും ഇളവനാണെന്ന് തോന്നൽ എനിക്ക് എപ്പോഴും വളരെ ആശ്വാസം നൽകിയിട്ടുണ്ട്. എനിക്കിപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. താങ്കൾക്ക് എന്തായാലും എന്നോടൊപ്പം ചേർന്നതിന് വളരെ നന്ദി. താങ്കളെ കണ്ടതിൽ സന്തോഷം. നന്ദി ബ്രയാൻ.